നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ വിതരണം ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ട് ലഭിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല നുണ പറയുന്നു എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ ലഭിച്ച 1000 രൂപ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഇനി എന്നാണ് തുടങ്ങുക? ഇത് രണ്ടും തമ്മിൽ എന്താണ് മാറ്റം? അതുപോലെ തന്നെ ഇത് പുതിയതായിട്ട് എങ്ങനെ അപേക്ഷിക്കാം? ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്കും സ്ത്രീ സുരക്ഷാ പെൻഷനിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടായിരുന്നു യുവതി യുവാക്കൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ പദ്ധതിയും സ്കോളർഷിപ്പ് പദ്ധതിയും സർക്കാർ പ്രഖ്യാപിച്ചത്. മത്സര അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ തൊഴിലന്വേഷണത്തിനുമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, USSC LSS പോലത്തെ കാര്യങ്ങൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് സർക്കാർ മാസം 1000 രൂപയുടെ സ്കോളർഷിപ്പ് 10 മാസം കൊണ്ട് 10000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത്. PSCക്ക് കോച്ചിങ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പദ്ധതി കൊണ്ട് 1000 രൂപ ഇന്നലെ ലഭിച്ചത്. അങ്ങനെ 10 മാസം കൊണ്ട് 10000 രൂപ ലഭിക്കുന്ന രൂപത്തിലാണ് ഈ പദ്ധതി വന്നത്. ഇത് സ്കോളർഷിപ്പ് രൂപത്തിലാണ് നൽകുന്നത്, അല്ലാതെ പെൻഷൻ രൂപത്തിലല്ല. അതിൻ്റെ ആദ്യഘട്ട വിതരണമാണ് ഇന്നലെയും മിനിയാന്നുമായി അപേക്ഷിച്ച എല്ലാ ആളുടെയും അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. അപേക്ഷ സമർപ്പിച്ചവരിൽ കാര്യമായി രേഖകൾ അപ്ലോഡ് ചെയ്യാത്ത ആളുകൾ, ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ പ്രോബ്ലമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇന്നലെ പണം എത്താത്തത്. ബാക്കിയുള്ള ഈ അപേക്ഷയിൽ അപ്രൂവലായ എല്ലാ ആളുകൾക്കും ഇന്നലെ പണം എത്തിയിട്ടുണ്ട്. അത് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യമല്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കുള്ള സ്കോളർഷിപ്പ് തുകയാണ് ഇന്നലെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. ഇനി ആ പെൻഷൻ ഇപ്പോഴും അപേക്ഷിക്കാൻ സാധിക്കുന്നു, ആ സ്കോളർഷിപ്പിന് ഇപ്പോഴും അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമാണ് യുവതികൾക്ക് മാത്രം 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക്, സർക്കാരിൽ നിന്ന് മറ്റ് പെൻഷനോ മറ്റ് ആനുകൂല്യം ലഭിക്കാത്ത സ്ത്രീകൾക്ക്, നിലവിൽ ഇപ്പോൾ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതിനവർക്ക് വേണ്ടത് റേഷൻ കാർഡിൻ്റെ കോപ്പി, അവരുടെ പ്രായം 35 വയസ്സ് മുതൽ 60 വയസ്സിന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ. അത് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവാം, അതല്ലെങ്കിൽ SLC ബുക്ക് ആവാം, അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഈ ഒരു ഗണത്തിൽ പെടുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു രേഖ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്വന്തമായുള്ള ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അടുത്ത മാസം മുതലായിരിക്കും ഈ ഒരു പെൻഷൻ പദ്ധതി ലഭിക്കുക. അവർക്ക് പെൻഷൻ രൂപത്തിൽ എല്ലാ മാസവും 1000 രൂപ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. അതിനും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന് തുടക്കത്തിൽ തന്നെ ഒരുപാട് ചോദിച്ചിരുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ ചെറിയ വീടാണ്, പക്ഷേ ഞങ്ങളുടെ റേഷൻ കാർഡ് വെള്ളയാണ്, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണ്, ഞങ്ങളുടെ റേഷൻ കാർഡ് വെള്ളയാണ് എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലും മറ്റും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ റേഷൻ കാർഡ് ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട്. നിങ്ങൾ 1000 സ്ക്വയർ ഫീറ്റിന് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അക്ഷയ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴിയോ ആണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് റേഷൻ കാർഡ് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ മാറിക്കിട്ടിയാൽ നിങ്ങൾക്കും ഈ ഒരു 1000 രൂപയുടെ അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിക്കാൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ മറ്റു വഴിയോ നിങ്ങൾ കൊടുക്കേണ്ട 40 രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ച ഫീസ്. ഇതിനോടൊപ്പം തന്നെ അപേക്ഷ സമർപ്പിച്ച ആളുകളാണെങ്കിൽ yes എന്നും എല്ലാത്ത ആളുകൾ no എന്നും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നലെ നിങ്ങൾക്ക് 1000 രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ yes എന്നും എല്ലാത്ത ആളുകൾ no എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ഇൻഫർമേഷൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോസുകൾ വരാറുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം, മറ്റു ചിലപ്പോൾ നമ്മൾ ഓൺലൈൻ നമ്മൾ സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടി വരിക, ജനന സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ എങ്ങനെയാണ് തിരുത്തുക, ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ പേര്, ജനനത്തീയതി, അതുപോലെ തന്നെ നമ്മുടെ SLC ബുക്കിലെ തെറ്റുകളെല്ലാം എങ്ങനെ തിരുത്തുക എന്നതെല്ലാം ചിലപ്പോൾ നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ നമുക്ക് അവിടുത്തെ തിരക്കുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല.
അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിലും ചിലപ്പോൾ ഒരു ദിവസം തന്നെ 1000-500 കമൻറ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്കും അതിന് മറുപടി വരാൻ സാധിക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാസം 29 രൂപ നൽകി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ആ വാട്സപ്പിൽ നമ്മളുമായി പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് രേഖകളാണ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരിക എന്നും അതുപോലത്തെ മറ്റു ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നേരിട്ട് കാണാൻ തന്നെ ഓൺലൈനിൽ തന്നെ നമുക്ക് ശരിയാക്കാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോൾ വിദേശത്തുള്ള ആളുകൾക്കും മറ്റു നാടുകളിലെ ആളുകൾക്കുമെല്ലാം ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വാട്സപ്പിലൂടെ സൗകര്യപ്പെടുത്തി നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതുമായി SIR-മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, SIR-ലെ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കൽ, തിരുത്തൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രവാസി വോട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ വാട്സപ്പുമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ള ആൾക്ക് താഴെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.